ദി ഗോർജ്. ഈ സിനിമ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സിനിമയെ പറ്റിയിട്ട് ഒന്നും അറിയാതെ പോയി കാണണം. ജസ്റ്റ് പേര് ചെയ്യുക ദി ഗോർജ് എന്നൊരു സിനിമയുണ്ട്, ഒരു അടിപൊളി സിനിമയാണ് എന്നുള്ള അങ്ങനെ മാത്രം കേട്ടിട്ട് അല്ലെങ്കിൽ അത് മാത്രം അറിഞ്ഞിട്ട് പോയി നിങ്ങൾ ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്ലോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടു പോയേക്കാം ഈ സിനിമയുടെ. ഇത് ആദ്യം ഞാൻ കണ്ടു തുടങ്ങുമ്പോൾ ഇതൊരു ത്രില്ലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതൊരു സയൻസ് ഫിക്ഷനായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇത് റൊമാൻസ് ആണോ എന്ന് നമുക്കിങ്ങനെ തോന്നുന്നു. പിന്നെ ഓരോ പോർഷൻസ് വരുമ്പോൾ സമയത്തല്ല, ഓരോ ആക്ട് വരുന്ന സമയത്തും ഓരോ ഫീലിങ്സ് നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്താണ് സ്റ്റോറി കൊണ്ടുപോകുന്നത്. ആപ്പിൾ TV+ ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. അനിയ ടൈലർ ജോയും മൈൽസ് ടെല്ലറുമാണ് ഈ സിനിമയിൽ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സിനിമയുടെ സ്റ്റോറിയെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല, അത് പ്ലോട്ടിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് നിങ്ങളതിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ നിങ്ങൾ കാണണം സിനിമ. എങ്കിലാണ് ആ ഒരു സിനിമയുടെ ഫുൾ എന്താണ് അവർ നമുക്ക് വേണ്ടി ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും മ്യൂസിക്കും ഈവൻ പ്ലോട്ടും എല്ലാം നല്ല രസമാണ്. ഒരു കളർ ഗ്രേഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം എവിടെയും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സീനുകളൊന്നുമല്ല. അതായത് കളർ കൊണ്ട് ഭയങ്കര റിച്ച് ഒന്നുമല്ല സിനിമ. കുറച്ച് ഡാർക്കായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തുള്ള സ്ഥലത്താണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ ഗ്രേഡിങ്ങാണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ പ്ലോട്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ആ പ്ലോട്ടിൻ്റെ ഭാഗത്തേക്കേ പോകുന്നില്ല. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ആക്ടിങ് ഈ സിനിമയുടെ ഒരു 85% ഈ രണ്ട് ക്യാരക്ടേഴ്സ്, അതായത് ലീഡ് ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ ആണ് കൂടുതലായിട്ടും കാണിച്ചു പോകുന്നത്. അപ്പം അവർ രണ്ടുപേരും ഇപ്പം അനിയ ടൈലർ ജോയ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആക്ടിങ് എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ മൈൽസ് ടെല്ലർ, ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് നിന്നിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇപ്പം സംസാരമില്ലാതെ കുറേയധികം കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളെ കാണിക്കുന്നത്, അതൊക്കെ ഭയങ്കര രസകരമായിട്ട് നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ ഈ ഒരു 2 മണിക്കൂറുള്ള സിനിമയിൽ എവിടെയും നമുക്കിങ്ങനെ ബോറടി ഫീൽ ചെയ്യില്ല. ഒന്ന് ലാഗ് ആയിക്കൂടെ എന്ന് നമുക്ക് തോന്നില്ല. ഇത് ലാഗാണ്, ഈ ഒരു സീൻ ലാഗാണെന്ന് നമുക്ക് എവിടെയും തോന്നില്ല. അങ്ങനെ വെൽ പ്ലാൻഡായിട്ട് വെൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സിനിമയാണ് ദി ഗോർജ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു കിടിലൻ എക്സ്പീരിയൻസ് ഈ സിനിമ കാണുന്ന സമയത്ത് കിട്ടും. ഞാൻ എവിടെയും സ്റ്റോറിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫ്രഷ് ഫീലായിരിക്കും കിട്ടുന്നത്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൻ്റെ ഒപ്പീനിയൻ പറയണം. കാരണം എൻ്റെ ഈ വർഷം കണ്ടതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമകളിലൊന്നാണ് ദി ഗോർജ്. അത്രയുണ്ട് സിനിമ എന്നുള്ളത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഒപ്പീനിയൻസ് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണത്തില്ലേ. ബൈ ഗൈസ്.